ഇത് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മാജിക് എനർജി നിങ്ങളുടെ കണക്ഷനിൽ എഫക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ്. അപ്പോൾ നമുക്ക് കാർഡ്സ് എടുത്തപ്പോൾ അതിൽ വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് ഉണ്ട്, അത് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഏസ് ഓഫ് സോഡ്സ്, എയ്റ്റ് ഓഫ് സോഡ്. യെസ്, എയ്റ്റ് ഓഫ് സോഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കെട്ടിയിട്ട അവസ്ഥയാണ്. നിങ്ങളുടെ എനർജി ബാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കണക്ഷന് ഈ ഒരു കണ്ണീറായിരിക്കാം, മന്ത്രവാദമായിരിക്കാം, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. മേ ബി നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സോ ആരെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്മൂത്ത് ആയിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒരു അസൂയ കുശുമ്പൊക്കെ വരില്ല, അതും നമുക്കൊരു കണ്ണീറായിട്ട് വരാട്ടോ. അപ്പൊ ഇതിൽ ആ കാർഡ്സിൽ പറയുന്നത് യെസ്, നല്ല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. പല രീതിയിലും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ അതൊക്കെ ബ്ലോക്ക് ചെയ്യും. അങ്ങനത്തെ ബ്ലോക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എനർജി വന്നു എന്ന് ഉറപ്പിക്കാൻ പറ്റുന്നത് ഭയങ്കരമായിട്ട് ടയേർഡ് ആയിരിക്കും, ഓവർ ടയേർഡ്നെസ്, ഹെൽത്ത് നല്ല രീതിയിൽ മോശമായിരിക്കും, അസുഖങ്ങൾ വരിക, എങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ വീഴുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. കർമ്മ നന്നായിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത് കർമ്മ ക്ലെൻസിങ് നിങ്ങൾ നന്നായിട്ട് ചെയ്യണം. കർമ്മയെ വീൽ ഓഫ് ഫോർച്യൂൺ തിരിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് കർമ്മ നല്ല ബാക്ക് കർമ്മയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. അപ്പൊ അതിനൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കർമ്മ ക്ലെൻസിങ് മെത്തേഡ് ചെയ്യുക. അതുപോലെ ഫോർഗീവ്നെസ് ചെയ്യുക നന്നായിട്ട്. ഹാപ്പി ഫാമിലി ലൈഫും ഫുൾ കാർഡൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങളെ പേഴ്സൺ ഒരു ബോധമില്ലാതെ കൊണ്ടുപോയ റിലേഷൻഷിപ്പ് ആയിരിക്കും, സീരിയസ് അല്ലാതെ. പിന്നീട് ഒരു ഇതെത്തിയപ്പോഴാണ് അവർക്ക് പേടിച്ചു തുടങ്ങിയത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ എനർജീസ് വന്നാൽ കൂടുതൽ അവർക്ക് ഒട്ടും സ്ട്രെങ്ത് ഇല്ലാത്ത അവസ്ഥയായപ്പോൾ ഒരു ലീവ് ചെയ്ത് ഓടുക ചെയ്തത്. കാരണം ഇതില് നൈറ്റ് ഓഫ് കപ്സ് കാണിക്കുന്നു, അല്ലെങ്കിൽ എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ എഫേർട്ട് ഇട്ടിട്ടുണ്ടില്ല പറയാൻ പറ്റില്ല, പക്ഷെ അത് എത്രത്തോളം ഇട്ടിട്ടുണ്ടോ എന്നും പറയാൻ പറ്റില്ല. അവർക്ക് ഒരു പിന്നെ പേടിക്കാൻ തുടങ്ങി. അവർക്ക് എന്തൊക്കെയോ പേടി, അല്ലെങ്കിൽ ഇത് നന്നാവോ, സക്സസ് ആവോ, ഇവർക്ക് നല്ലതായിട്ട് വരില്ലേ, അത് നിങ്ങൾക്ക് അതെ ബാധിക്കുമോ. കാരണം നിങ്ങളുടെ ഇടയിൽ ഭയങ്കരമായിട്ട് ഫൈറ്റിംഗ് എനർജി, ഈ തല്ലൂടുന്ന എനർജി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ, ഈ നെഗറ്റീവ് എനർജിയാണ്. ഫൈവ് ഓഫ് സോഴ്സിന്റെ കാർഡ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഒരു കാര്യമില്ലാതെ ഫൈറ്റ് ചെയ്ത് ആ എനർജി അങ്ങോട്ട് കുറയ്ക്കും, അല്ലെങ്കിൽ നമ്മളതിന് വെറുപ്പിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഫീൽ ചെയ്യും നമുക്ക്. അതൊക്കെ നമ്മുടെ ഈ എനർജിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത്യാവശ്യം ചലഞ്ചസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഭയങ്കര ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും, നിങ്ങളൊന്ന് കാണുമെന്ന് വിചാരിക്കുമ്പോൾ അവിടെ തടസ്സം വരാം. ഇനിയിപ്പോ നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ അതിലൊരു ഡിവൈൻ ഇന്റർവെൻഷൻസ് വന്നത് കട്ടായി പോകുക, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ലാത്ത അവസ്ഥ വരിക, നല്ല രീതിയിൽ മുടക്കും, ബ്ലോക്കേജസ് നന്നായിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ആണ്. ഈ ഒരു കർമ്മ ക്ലൻസിങ് ഫോർഗീവ്നെസ് ഒക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവാൻ സാധിക്കും കേട്ടോ. ഓക്കെ, ത്രോട്ട് ചക്ര ചെയ്യാൻ നിങ്ങൾക്ക് റൂട്ട് ചക്ര, സോളാർ പ്ലെക്സസ് ചക്ര, സെവൻ ചക്ര മെഡിറ്റേഷൻസും കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചക്രാസ് ഒന്ന് ബാലൻസ് ചെയ്ത് വരുമ്പോൾ അതൊന്നുകൂടി നല്ലതായിരിക്കും. ചക്രാസിന്റെ ഇംബാലൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ സ്ലോ ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ വരുന്നുണ്ട്. ഹാപ്പി ഫാമിലി ലൈഫ് ഒക്കെ കാണിക്കുന്നുണ്ട്. ടെൻ ഓഫ് പെന്റക്കിൾസിന്റെ കാർഡ് എല്ലാം ഉണ്ട്. കിങ് ഓഫ് വാൻസ്, ഒരു ഡിസിഷൻസ് അവർ എടുക്കണമെന്ന് ചിന്തിക്കുന്നില്ല. കാരണം അവർക്കും അവർക്കിങ്ങനെ ഹെഡ് ഏക്ക് നന്നായിട്ട് വരും ഇങ്ങനത്തെ ചെയ്യുമ്പോൾ, തലക്കൊക്കെ ഭയങ്കരമായിട്ട്. കാരണം ഇവരുടെ മൈൻഡ് വേറൊരു പേഴ്സൺ കൺട്രോൾ ചെയ്യാണ് ഈ ബ്ലാക്ക് മാജിക് എനർജി എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അത് വല്ലാത്തൊരു ഇതാണ്. ആ എനർജീസ് ഒക്കെ ഫേസ് ചെയ്യാന്ന് പറയും, ഭയങ്കരമായിട്ട് അവരിങ്ങനെ നന്നായിട്ട് അവർ ക്ഷീണിക്കുന്നത് കാണും. അവരെ കണ്ടാൽ തന്നെ അവരെ എന്തോ ഒന്ന് എഫക്ട് ചെയ്തപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഫേസ് കാണുമ്പോൾ ഫീൽ ചെയ്യും നിങ്ങൾക്ക് അങ്ങനെ. പേജ് ഓഫ് പെന്റക്കിൾസ്, ഈ ഒരു പേഴ്സൺ അപ്പോൾ വർക്കിലേക്കും ബിസിനസ്സിലേക്കും ഷിഫ്റ്റ് മാറ്റി, അവിടെയും അവർക്ക് അടി, ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഉയർന്നു ഉയർന്നു വരിക. അവർക്ക് ഇവരെ നല്ല രീതിയിലും ഇവരെ സൂപ്പീരിയേഴ്സ് ഒക്കെ ഇവരെ യൂസ് ചെയ്യുന്ന പോലെ. കാരണം ഈ എനർജിയുടെ എഫക്ട് വരുമ്പോൾ എല്ലാവർക്കും ഇവരെ ഒന്ന് യൂസ് ചെയ്യാനൊക്കെ തോന്നും, പറ്റിക്കാൻ തോന്നും, ചീറ്റ് ചെയ്യാനും ഇവരെ വേദനിപ്പിക്കാനൊക്കെ തോന്നും. അങ്ങനെയാണ് ഇവര് എവിടെ പോകുമ്പോഴും അത് അവിടെ ഫുൾ ബ്ലോക്ക് ആയിരിക്കും, നമുക്ക് മനസ്സുകൊണ്ട് മടുക്കുന്ന പോലെ. അങ്ങനെ അവർക്ക് പറ്റാതെ ആയിരിക്കും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോകുന്നുണ്ടായിരിക്കും. ബിക്കോസ് നിങ്ങൾ തമ്മിലും ഒരു എനർജീസ് ക്ലാഷ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കാം. അവർ കെട്ടിയിട്ട അവസ്ഥയാണ് ഇപ്പോ. ഇപ്പൊ അവര് വേറൊരു പേഴ്സണിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെയും അവർക്കൊരു കെട്ടിയിട്ട അവസ്ഥയാണ് കാണിക്കുന്നത്. അവരതിൽ നിന്ന് കടന്നിട്ടില്ല, പക്ഷെ കടക്കും അവര്. കാരണം സൺ കാർഡ് വന്നിട്ടുണ്ട്. ഫ്യൂച്ചറിൽ ഇതൊക്കെ ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് എന്ത് ചെയ്യണം? കർമ്മ ക്ലെൻസിങ് ഫോർഗിവ്നെസ് മെഡിറ്റേഷൻസ് ചെയ്യാം. അവര് കൂടുതലും ഹെഡ് വെച്ചിട്ടാണ് തിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. കാരണം അത്രയും ക്ലാരിറ്റി കുറവായിരിക്കും. പക്ഷെ ഇവർക്ക് ഇപ്പൊ ക്ലാരിറ്റി വരുന്നുണ്ട്. ഐസ് ഓഫ് സോഴ്സ് ക്ലാരിറ്റി വരുന്നുണ്ട്. ക്ലാരിറ്റി വരുമ്പോൾ അവർ ആക്ഷൻ എടുക്കാനുള്ള ആക്ഷൻ മോഡ് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് നല്ല രീതിയിൽ എഫക്ട് ചെയ്ത് ഫൈവ് ഓഫ് പെന്റക്കിൾസിന്റെ കാർഡ് വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഹാൻഡിക്യാപ്ഡ് എന്നൊക്കെ കാണിക്കുന്നത്. ദാറ്റ് മീൻസ് അവർ കൈയും കാലും ഒടിയോ അങ്ങനെയൊക്കെ വരുന്നതും ഈ ഒരു എനർജിയുടെ ഭാഗമായിട്ടാണ്. ഫൈവ്, അപ്പൊ നിങ്ങൾക്ക് കാണുന്ന നമ്പേഴ്സ് ഞാൻ പറയാം. 5 5 5 കാണുന്നുണ്ടായിരിക്കാം, 888 അല്ലെങ്കിൽ 889 898 55 അത് 1010 1010 നമ്പർ കാണുന്നുണ്ടായിരിക്കാം.
നയൻ കാണുന്നുണ്ടായിരിക്കും. 119 191 911 ഇങ്ങനത്തെ നമ്പേഴ്സ് കാണാം. 111 111 ഉണ്ട്. 1111 നമ്പേഴ്സ് ഉണ്ട്. അതുപോലെ 8 8ന്റെ കോമ്പിനേഷൻസ് വരെ 118 181 81 18 ഇതൊക്കെ കാണുന്നതായിരിക്കും. 144 ഇങ്ങനത്തെ ഒക്കെ 8 9 5 കോമ്പിനേഷൻസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക യു ഹാവ് ദാറ്റ് കർമ്മ ക്ലൻസിങ്, കർമ്മ നടന്നുകൊണ്ടിരിക്കുക എന്ന് മനസ്സിലാക്കുക. കർമ്മ ക്ലൻസിങ് ചെയ്യുക. നിങ്ങൾ ചെയ്യാതിരിക്കരുത് കേട്ടോ. ഇത് ഞാൻ പറയുന്നത് യൂണിവേഴ്സിന്റെ ഗൈഡൻസസ് ആണ്. ഈ ഒരു സൈക്കിക് ആയിട്ടുള്ള ഒരു റീഡിങ് ചെയ്യുമ്പോൾ നമുക്ക് അത് ഞാൻ എടുക്കുന്ന കാർഡല്ല, എനിക്ക് ഷഫിൾ ചെയ്യുമ്പോൾ ഈ കാർഡുകളൊക്കെ ചാടി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നിങ്ങളുടെ എനർജി ആയിട്ട് കളക്റ്റീവായിട്ട് റീഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് കുറേ പേർക്ക് റെസനേറ്റ് ആയി വരാറുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസസ് ആയിട്ട് എന്തും എടുക്കണം കേട്ടോ. നിങ്ങൾ തള്ളി കളയരുത്. നാളൊരു കാലത്ത് നിങ്ങൾ ആഫ്റ്റർ ഡെത്തിൽ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ചോദിക്കുന്നു ഈ കർമ്മം ചെയ്ത് ഞാൻ സമയത്ത് നിങ്ങൾക്ക് ഗൈഡൻസസ് തന്നല്ലോ നീ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉത്തരം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലൊരു 595 എന്ന നമ്പറൊക്കെ കാണാം കേട്ടോ. ഒരു നല്ല രീതിയിലേ അവരിങ്ങനെ അവർ കുറേ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് എഫക്റ്റ് കിട്ടുന്നില്ല. ബിക്കോസ് ഈ എനർജി ബ്ലോക്ക് ചെയ്യാണ്, നിങ്ങളിലേക്ക് വരുന്നതും ബ്ലോക്ക് ചെയ്യാണ്. എല്ലാം ഒരു ബ്ലോക്ക് ചെയ്ത് വെക്കുക. നിങ്ങളെ ഒരു കാര്യമല്ല അത് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അതൊക്കെ അവരുടെ എനർജി ഇവരെ മൈൻഡ് വേറെ ആൾക്കാർ യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യണം. ഭയങ്കര കൺട്രോളിങ്ങിന്റെ എനർജി കാണിക്കുന്നുണ്ട് 8 ഓഫ് സോഴ്സ്. ഇതിൽ കാണുന്നവർക്ക് ഒരു 85% ബ്ലാക്ക് എനർജീസ് എഫക്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ക്ലെൻസ് ചെയ്യുക, സോൾട്ട് ബാത്ത് എടുക്കാം, റൂമൊക്കെ ക്ലെൻസ് ചെയ്യുക, നിങ്ങളിൽ നിന്ന് ക്ലെൻസ് ചെയ്യുക, കുറച്ച് നേരം നാച്ചുറലൊക്കെ ഇരിക്കാൻ, കുറച്ച് കടലോ അല്ലെങ്കിൽ പുഴകളൊക്കെ ഉണ്ടെങ്കിൽ അരുവികളുടെ അടുത്തൊക്കെ ഇരിക്കുന്നതും നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യുന്നുണ്ട് മൈൻഡ്, ബോഡി, സോളൊക്കെ. പിന്നെ നോ തോട്ട് മെഡിറ്റേഷൻ ചെയ്യുക, മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ബ്ലാക്ക് എനർജീസ് തോന്നുന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ടൊർമാലിന്റെ ചെയിൻ അല്ലെങ്കിൽ ബ്ലാക്ക് ഒബ്സീഡിയന്റെ ബ്രേസ്ലെറ്റ്സും വാങ്ങാം നിങ്ങൾക്ക് കേട്ടോ. അതൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഉപ്പിട്ടൊക്കെ കുളിക്കുക, സോൾട്ട് ബാത്ത് വളരെ നല്ലതാണ്. പക്ഷെ സൺ കാർഡ് ഉള്ളത് കൊണ്ട് ഈ ഒരു എനർജീസ് മാറിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഒരു ഹാപ്പി ഫാമിലി ലൈഫ് കാണിക്കുന്നുണ്ട്. ബിക്കോസ് 10 ഓഫ് പെൻഡക്കിൾസ് കാർഡും ഉണ്ട്, സണ്ണും ഉണ്ട്. അത് ഹാപ്പി ഫാമിലി ലൈഫാണ്. നിങ്ങൾ ജോയിൻ ആവാനും റീയൂണിയൻ ആവാനും റീകൺസിലേഷൻ ആവാനും ഒക്കെ വളരെ വളരെ ചാൻസസ് ഉണ്ട്. പക്ഷെ ഈ എനർജിയിൽ നിന്നൊന്നും കടന്നു പോകണം. എസ്പെഷ്യലി ഈ ഒരു 1 ഇയർ അത്യാവശ്യം ശനി വെച്ച മന്ത് എന്ന് ചില സ്ലോ മൂവ്മെന്റ് ആയിരിക്കും തരും. നൈറ്റ് ഓഫ് കപ്സ് പോലെ തന്നെ മെല്ലെ മെല്ലെയാണ് ആൾ മൂവ് ചെയ്ത് വരിക. അപ്പൊ നിങ്ങൾ കർമ്മ ക്ലെൻസിങ് ഒക്കെ ചെയ്യുമ്പോൾ ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു എനർജീസ് അത്ര എഫക്റ്റ് നിങ്ങൾക്ക് തോന്നില്ല. ഓക്കെ, കാരണം വീൽ ഓഫ് ഫോർച്യൂണിന്റെ കാർഡ് റിവേഴ്സ് വന്നിട്ട് എനിക്ക് അത് ഭയങ്കര അതിശയമായിട്ട് തോന്നി. കാരണം കർമ്മ അധികം നിൽക്കുന്നുണ്ട്. ആ കർമ്മയായിരിക്കാം ഇങ്ങനെ എനർജി വരുമ്പോൾ അതിന് റിസീവ് ചെയ്യാൻ പറ്റിയത്. നല്ല ഒരു എനർജീസ് ഉണ്ടെങ്കിൽ ഈ ഒരു എനർജീസ് ആരെങ്കിലും സെൻഡ് ചെയ്താൽ നമ്മളിലേക്ക് വരില്ല, തിരിച്ചത് ഡബിളായിട്ട് അവരിലേക്ക് പോവുകയാണ് ചെയ്യുക. ഓക്കെ, അവർ ഭയങ്കര ഹാപ്പി അല്ല കേട്ടോ. അവർ ഭയങ്കര സാഡാണ്, ഭയങ്കര ഒരു ബ്ലാക്ക് എനർജിയാണ് കാണിക്കുന്നത്. അവര് 5 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് റോബ് ഇട്ട് നിൽക്കുന്ന പേഴ്സൺ. ബ്ലാക്ക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ, അത്രയും വിഷമം, പെയിൻ, അവര് ഭയങ്കര പെയിന്. എന്താ പറയാ, അവർ ഈ ലൈഫില് ഇങ്ങനത്തെ ഒരു വേദന ബുദ്ധിമുട്ടുകളിലൊന്നും കടന്നു പോയിട്ടുണ്ടാവില്ല. അത്രയും ബുദ്ധിമുട്ട് അവർ എന്ത് ചെയ്യാൻ നോക്കിയാലും അവിടെ ബ്ലോക്കാണ്. അവർക്ക് തന്നെ അവരോട് സാറ്റിസ്ഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വരും. ബിക്കോസ് ഇതൊക്കെ യൂണിവേഴ്സ് ചെയ്യിപ്പിക്കുന്നത് ആ ഒരു യൂണിവേഴ്സൽ പവറിലേക്ക് വിശ്വസിക്കാനും കണക്ട് ചെയ്യാനും സ്പിരിച്വൽ ആയിട്ട് പോകാനും കൂടിയാണെന്നും കൂടി മനസ്സിലാക്കും. ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ പോലെ നമുക്കിത് പറയാം.